അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. തിബ്ബുൽ ഖുലൂബ് സഹായ സംഘം നിലമേൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും മർഹബ മർഹബ മർഹബ. പരിശുദ്ധമായ ഖുർആനിലെ രണ്ടാമത്തെ അധ്യായമായ സൂറത്തുൽ ബഖറ, അതിലെ 35, 36, 37 ആയത്തുകളാണ് ഇന്ന് ഇവിടെ വിശദീകരിക്കുന്നത്, ആലാപിക്കുന്നത്. ഇതിന് മുമ്പുള്ളതായ ആയത്തുകൾ, അതിൻ്റെ അർത്ഥങ്ങൾ നിങ്ങൾക്കറിയണമെങ്കിൽ ആ വീഡിയോ ഒക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. മാത്രമല്ല, എന്തെങ്കിലും സംശയങ്ങളുണ്ട് എങ്കിൽ നിങ്ങൾ കമൻറ്റിൽ കൂടി അറിയിച്ചാൽ ഞാൻ ആ സംശയങ്ങൾക്ക് മറുപടി പറയുകയും എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അത് തിരുത്തുകയും ചെയ്യുന്നതാണ് ഇൻഷാ അല്ലാഹ്. പരിശുദ്ധമായ റമദാൻ വരികയാണ്. എല്ലാവർക്കും ഇത് പഠിക്കാം. ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് നമ്മൾ ചിലവഴിച്ചാൽ ഖുർആൻ എന്താണെന്ന് നമുക്ക് മനസ്സിലാവും, അതിൻ്റെ ആശയവും അതിൻ്റെ അർത്ഥവും മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് തുടങ്ങാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഖുൽനാ യാ ആദമു ഉസ്കുൻ അൻത വസൗജുകൽ ജന്ന فكلا منها رغدا حيث شئتما ولا تقربا هذه الشجرة فتكونا من الظالمين فأزلهما الشيطان عنها فأخرجهما مما كانا فيه وقلنا اهبطوا بعضكم لبعض عدو ولكم في الأرض مستقر ومتاع إلى حين فطلقا آدم من ربه كلمات فتاب عليه إنه هو التواب الرحيم. ആദം നബിയോട് അല്ലാഹ് പറയുന്നേ, ആദമേ നീയുമേ നിൻ ഈണ ഹവ്വായും ഈ തോട്ടം തന്നതിൽ എന്നും വാസിക്കുക, നിങ്ങൾക്ക് എവിടെയും ഇഷ്ടം പോൽ വിഹരിക്കാം. എന്നാൽ ഈ വൃക്ഷത്തെ ഒരു കാലവും നിങ്ങൾ അരുതേ സമീപിക്കൽ അരുതേന്ന് അരുളിയേ. നിങ്ങൾ സമീപിച്ചാൽ അക്രമകാരികൾ ആയിടും, നിങ്ങളും ഓർക്ക് മറക്കല്ലേ. എന്നാൽ പിശാചിൻ്റെ ചെയ്തികൾ തന്മൂലം അവരും കെണിയിലേ വീണു. പിശാചിൻ്റെ അവരുമേ ജീവിച്ച സ്ഥലത്തിലും നിന്നായി അവരെ പുറം തള്ളി. അല്ലാഹു തന്നാണ്. അല്ലാഹ് പറഞ്ഞല്ലോ അവരോടിറങ്ങുവാൻ, രണ്ടാളും നിങ്ങൾ ശത്രുവായി ഇനി മുതൽ. ഭൂമിയിൽ നിങ്ങൾക്ക് നിശ്ചിത കാലവും വിഭവവും വാസവും ഞാനും തരുന്നുണ്ട്. പിന്നീട് ആദമും അല്ലാഹുവിൻ തത്വങ്ങൾ പഠിച്ചു ഗ്രഹിക്കുവാൻ തുടങ്ങിയ ആദമും പഠിച്ചത് കാരണം തൗബായും ചെയ്താരേ. ഇത് കേട്ട് അല്ലാഹു തൗബായും കാരുണ്യവും
ചെയ്ത് കൊടുത്താരേ ആദം നബിക്കാണേ കാരുണ്യവാനാണേ അല്ലാഹ് എന്നറിയേണേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഖുൽനാ യാ ആദമു, ഞാൻ ആദമിനോട് കൽപ്പിച്ചു, ആദമേ. അള്ളാഹു നബിയോട് പറയുകയാണ്, വഖുൽനാ യാ ആദമു, ഞാൻ ആദമിനോട് കൽപ്പിച്ചു നബിയേ, ആദമേ, ഉസ്കുൻ അൻത വസൗജുകൽ ജന്നത, നീയും നിന്റെ ഇണയും ഈ തോട്ടത്തിൽ താമസിക്കുകയും, വകുലാ മിൻഹാ റഗദൻ ഹൈസു ശിഅ്തുമാ, ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളയിടത്ത് നിന്ന് യഥേഷ്ടം ആഹാരം കഴിച്ചുകൊള്ളുക. ഇവിടെ ജന്നത്ത് എന്ന് പറഞ്ഞ സ്വർഗമെന്നുമാകാം, തോട്ടം എന്നുമാകാം. തോട്ടമാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് അല്ലാഹു പറയും, വലാ തഖ്റബാ ഹാദിഹി ശജറ, എന്നാൽ ആദമേ, ഈ വൃക്ഷത്തെ നിങ്ങൾ ഒരിക്കലും സമീപിച്ചു പോകരുത് കേട്ടോ. ഫതകൂന, ഇനി അങ്ങനെ നിങ്ങൾ സമീപിക്കുകയാണ് എങ്കിൽ മിനൽ ളാലിമീൻ, നിങ്ങൾ അക്രമകാരികളായി തീരും. അല്ലാഹു പറയുക, എന്നാൽ പിശാച് അവന്റെ ദുർബോധനങ്ങൾ മൂലം അതിൽ നിന്ന് അവരെ തെറ്റിച്ചു. ഫഅഖ്റജഹുമാ, അങ്ങനെ ആ പിശാച് അവരെ തെറ്റിച്ചപ്പോൾ, ഫഅഖ്റജഹുമാ, അങ്ങനെ അവർ രണ്ടുപേരും പുറത്തായി. അള്ളാഹു അവരെ പുറത്താക്കി എന്നാണ്. ഫഅഖ്റജഹുമാ, അങ്ങനെ അവർ രണ്ടുപേരെയും അള്ളാഹു പുറത്താക്കി. എന്നിട്ട് അള്ളാഹു അവരോട് പറഞ്ഞു, പുറത്താക്കി പറയും, മിമ്മാ കാന ഫീഹി വഖുൽനാ ഇഹ്ബിതു ബഅദുകും ലിബഅദിൻ അദുവ്വുൻ വലകും ഫിൽ അർളി മുസ്തഖറുൻ വമതാഉൻ ഇലാ ഹീൻ, നിങ്ങൾ ഈ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കൊള്ളുക, നിങ്ങൾ പരസ്പരം ശത്രുക്കളാകുന്നു. ആദമിനെയും ഹവ്വയെയുമാണ് പറയുന്നത്. നിങ്ങൾ പരസ്പരം ശത്രുക്കളാകുന്നു. നിങ്ങൾക്കൊരു നിശ്ചിതകാലം ഭൂമിയിൽ വാസസ്ഥലവും ജീവിത വിഭവങ്ങളും ഉണ്ടായിരിക്കുന്നതാണ് എന്ന് നാം അവരോട് കൽപ്പിച്ചരുളി നബിയേ. ഫതലഖാ ആദമു മിർ റബ്ബിഹി കലിമാത്തിൻ ഫതാബ അലൈഹി, പിന്നീട് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിൽ നിന്ന് ചില തത്വങ്ങൾ ഗ്രഹിച്ചു, അതനുസരിച്ച് പശ്ചാത്തപിച്ചു, മടങ്ങി. അപ്പോൾ അള്ളാഹുവും അവൻ്റെ ശിക്ഷാ നടപടികൾ നിർത്തിവെച്ചു. എന്നിട്ട് ആദം നബി അലൈഹിസ്സലാമിനോട് അള്ളാഹു കരുണ കാണിച്ചു. വീണ്ടും പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഇന്നഹു ഹുവത് തവ്വാബുർ റഹീം, നിശ്ചയം അല്ലാഹു പശ്ചാത്താപം വളരെ അധികം സ്വീകരിക്കുന്നവൻ. ഇവിടെ മനസ്സിലാക്കണം, ഇന്നഹു ഹുവത് തവ്വാബുർ റഹീം, നിശ്ചയം അല്ലാഹു പശ്ചാത്താപം വളരെ അധികം സ്വീകരിക്കുന്നവനും പരമകാരുണ്യകനുമത്രേ. വളരെയധികം. അപ്പം നമ്മൾ എത്ര തെറ്റുകൾ ചെയ്താലും അള്ളാഹുവിനോടുള്ള തെറ്റ് അള്ളാഹു പൊറുക്കും. ആദം നബി അലൈഹി, ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ആദം നബി അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു പറഞ്ഞ് അത് ചെയ്യരുത്. ആദം നബി ഹവ്വായും അത് ചെയ്തു. അങ്ങനെ അവർക്കൊരു ശിക്ഷ കൊടുത്തു. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ അവർക്കും ഇറങ്ങി. ഖുർആന് അതുപോലുള്ള ആയത്തുകൾ, അള്ളാഹുവിൻ്റെ കലാം ആദം നബി അലൈഹി ഇസ്ലാമിന് ഇറങ്ങി. അതിൽ നിന്ന് പഠിച്ച് ആദം നബി അലൈഹി ഇസ്ലാം അള്ളാഹുവിന് തൗബ ചെയ്തു. അള്ളാഹുവോട് തൗബ ചെയ്തപ്പോൾ അള്ളാഹു തൗബ സ്വീകരിച്ചു.
ആ അള്ളാഹു തന്നെ പറയണേ, ഞാൻ നിശ്ചയമായും അള്ളാഹു വളരെയധികം തൗബ സ്വീകരിക്കുന്നവനാണ്. അപ്പോൾ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്, നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റുകൾ ചെയ്തു പോയാൽ അള്ളാഹുവിനോട് പശ്ചാത്തപിച്ചാൽ അത് അള്ളാഹു പുറത്ത് തരികയും പിന്നെ പരമകാരുണികനുമാണ്. അങ്ങനെ നമ്മളുടെ പാപം പുറത്തു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടുന്നതായ വിഭവങ്ങൾ നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും കിട്ടുകയും ചെയ്യും. അതാണ് ഈ പരമകാരുണ്യകൻ എന്ന് പറയാൻ കാരണം. പുറത്തില്ലെങ്കിലോ നമ്മളെ കാര്യം കഷ്ടമായിരിക്കും. അതുകൊണ്ട് പരിശുദ്ധമായ റമദാനാണ് വരുന്നത്. എല്ലാവരും എപ്പോഴൊക്കെ നമുക്ക് സമയം കിട്ടുമോ അപ്പോഴൊക്കെ തൗബ ചെയ്യുക, അള്ളാഹുവിലേക്ക് മടങ്ങുക. നമ്മൾ അള്ളാഹുവിൻ്റെ കാരുണ്യം പ്രതീക്ഷിച്ചു കൊണ്ടേയിരിക്കുക. നമ്മളാരും നിസ്സാരപ്പെട്ടു പോകരുത്. നമ്മളാരും അള്ളാഹുവിൻ്റെ കാരുണ്യത്തെപ്പറ്റി നിരാശരാകരുത് എന്ന് മാത്രമേ ഇപ്പോൾ എനിക്ക് പറയാൻ സാധ്യമുള്ളൂ. അസ്സലാമു അലൈക്കും.